7 വർഷം നബിദിനാഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനൊരു വാദപ്രതിവാദത്തിനല്ല ഒന്നതല്ല, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാണ്. ഉസ്താദ് കുറച്ചു മുന്നേ പറഞ്ഞു അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും പേരിൽ മദ്ഹ് പാടാ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ പേരിൽ ഞാൻ പങ്കെടുത്ത പരിപാടികളിലെല്ലാം 7 വർഷം പങ്കെടുത്തു. മുഹമ്മദ് നബിയുടെ മദ്ഹ് അല്ലാതെ വേറൊന്നും പറയുന്നതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള അമ്പിയ മുർസലീങ്ങളെക്കാൾ ഉത്തമനല്ലേ മുഹമ്മദ് നബി? അങ്ങനെയെങ്കിൽ ആ മുഹമ്മദ് നബിയുടെ പേരിൽ നബിദിനാഘോഷത്തിൽ മദ്ഹ് അല്ലാതെ വേറെ എന്തെങ്കിലും പറയുന്നതായിട്ട് ഞാൻ 7 വർഷം പങ്കെടുത്തതിൽ അറിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാനൊരു താല്പര്യമുണ്ട്. ധാരാളം ഉണ്ട്. അത് 2 കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എന്ത് ചൊല്ലി എന്നല്ല, ആര് ചൊല്ലി എന്നല്ല, എവിടെ ചൊല്ലി എന്നതല്ല. റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷം എന്ന പേരിൽ വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ച് പ്രത്യേക പുണ്യം കാംക്ഷിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ പോലും അത് ബിദ്അത്താണ്. ഒരാൾ ചിന്തിക്കുക, റബീഉൽ അവ്വലൊക്കെ അല്ലേ, 12 അല്ലേ, ഇന്ന് ഞാൻ ഒരു ദിവസം ഖുർആൻ ഓതട്ടെ, അത് പ്രത്യേക കൂലിട്ടുന്ന കാര്യമാണ് എന്നൊരാൾ മനസ്സിലാക്കി അന്ന് ഖുർആനോത്തുണ്ടാക്കിയാൽ പോലും ബിദ്അത്താണ്. അന്നൊരാൾ 2 റക്അത്ത് സ്പെഷ്യൽ നിസ്കാരം ഉണ്ടാക്കി, റബീഉൽ അവ്വൽ അല്ലേ, 12 അല്ലേ, ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കട്ടെ, അയാൾ ഒരു പ്രത്യേക നിസ്കാരം ഉണ്ടാക്കി, അത് ബിദ്അത്താണ്. അയാൾ ചോദിക്കുക, ഞാൻ ഇപ്പം നിസ്കരിച്ചിട്ടേ ഉള്ളൂ, അതിന് കുഴപ്പമില്ലല്ലോ, നിസ്കാരത്തിന് കുഴപ്പമില്ല, പക്ഷെ ഈ നിസ്കാരോ കുഴപ്പമുള്ളതാണ്. എന്നതുപോലെ റബീഉൽ അവ്വൽ മാസം 12 നബിയുടെ ജന്മദിനാഘോഷം എന്ന പേരിൽ ഒരു ആഘോഷമേ ഇല്ല. ആ ആഘോഷം തന്നെ ബിദ്അത്താണ്, അത് അസ്ർ തന്നെ ബിദ്അത്താണ്. എങ്കിൽ പിന്നെ അതിൽ എന്ത് ചെല്ലുന്നു എന്നതല്ല പ്രധാനം. അതേസമയം റബീഉൽ അവ്വലും റബീഉൽ ആഖിറും ജമാദുൽ അവ്വലും ജമാദുൽ ആഖിറും എല്ലാം ഒരാൾ അല്ലാഹു റസൂലിനെ സ്നേഹിക്കുകയും നബിയുടെ മഹത്വം പറയുകയും ചെയ്യുന്നുവെങ്കിലോ യാതൊരു ബന്ധികേടുമില്ല. ജീവിതത്തില് കൊല്ലം മുഴുവനും, മാസം മുഴുവനും, ദിവസം മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽപാദങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് ഒരു വിശ്വാസി ജീവിക്കുന്നത്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നിങ്ങളും ഞാനും എണീറ്റത് എങ്ങനെയാ? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. എന്നോടും നിങ്ങളോടും ചോദിച്ചു സങ്കല്പിക്കുക, എന്താ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അങ്ങനെ ചൊല്ലി? നമ്മൾ എന്താ പറയാ? 14 മുമ്പ് റസൂലുള്ളാഹി എണീറ്റപ്പോ അങ്ങനെയാ ചൊല്ലിയത്, അങ്ങനെ ചൊല്ലാനാ പഠിപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ. അതാണല്ലോ മറുപടി. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു, എന്തേ അങ്ങനെ ചൊല്ലി? 14 മുമ്പ് റസൂൽ അങ്ങനെയാ ചെയ്തത്. കുപ്പായമിട്ടപ്പോ നമ്മളൊക്കെ വലത്തേ കൈ ആദ്യം ഇട്ടു, എന്തേ അങ്ങനെ? റസൂൽ അങ്ങനെയാ ഇടാൻ പഠിപ്പിച്ചത്. ചെരുപ്പിട്ടപ്പോ ആദ്യം വലതു കാലമേ ചെരുപ്പിട്ടു, എന്തുകൊണ്ട്? റസൂൽ അങ്ങനെയാ ചെരുപ്പിട്ടത്, അങ്ങനെയാ ചെരുപ്പിടാൻ പഠിപ്പിച്ചത്. അപ്പൊ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ റസൂലിനെ സ്മരിച്ചുകൊണ്ടും റസൂലിന്റെ പാത പിൻപറ്റിക്കൊണ്ടുമാണ് ഓരോ വിശ്വാസിയും ജീവിക്കേണ്ടത്. റബീഉൽ അവ്വൽ 12 പ്രത്യേകിച്ച് ആഘോഷമുണ്ടോ? ഇല്ലേ, ഇല്ല. ഉണ്ടെങ്കിൽ നബി പഠിപ്പിക്കണം, സ്വഹാബത്ത് ജീവിതത്തിൽ പാലിക്കണം, താബഈങ്ങൾക്ക് സ്വഹാബത്തിൽ നിന്ന് അത് പകർന്നു കിട്ടണം. അത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ആ സാധനം ബിദ്അത്താണ്. സഹോദരൻ 7 കൊല്ലം വരെ അവിടെ പഠിച്ചു, അത് ചെയ്തു. ഞാൻ സമസ്ത മദ്രസയിൽ 10ാം ക്ലാസ്സിലെ പഠിച്ചവനാണ്. ആ 10 കൊല്ലവും നബിദിനാഘോഷത്തിൽ പങ്കെടുത്തവനാണ്, പലതും ചെയ്തവനാണ്. അപ്പൊ ആര് ചെയ്തു, എവിടെ ചെയ്തു, എന്ത് ചെയ്തു എന്നതല്ല, എന്തിന്റെ പേരിൽ ചെയ്യുന്നു, അവിടെയാണ് പ്രധാനം. അപ്പൊ ഇല്ലാത്ത നിസ്കാരം ഉണ്ടാക്കിയിട്ട് ആ നിസ്കാരത്തിന് ഫാത്തിഹ ഓതി റുക്കൂഅ് ചെയ്തു, അതേപോലെ സുജൂദ് ചെയ്തു, ഇഅ്തിദാൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് സാധനം തന്നെ ഇല്ലാത്തതാണെങ്കിൽ പിന്നെ അതിലെന്ത് ചെയ്താലും അത് ഒരുപോലെ തന്നെയാണ്. ഇനി മദ്ഹ് എന്ന പേരിൽ നമുക്ക് എപ്പോഴും ചെയ്യാം, എപ്പോഴും ചെയ്യാം. അത് പാട്ടായി പാടാം, അത് ഗദ്യമായി പറയാം, പ്രസംഗമായി നടത്താം, എന്തുമാവാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് എന്ന പേരിൽ ഒരാൾക്ക് എന്തും ചെയ്യാം. നബിതങ്ങളുടെ മഹത്വം ഒരാൾ പ്രസംഗിക്കുന്നു, റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. നബിതങ്ങളുടെ മഹത്വം ഒരാൾ ലേഖനം എഴുതുന്നു, റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. അത് ഏതുമാവാം, അത് നമ്മൾ ആരും എതിരല്ല. അതേസമയം നാം അതിന്റെ പേരിൽ സംഘടിപ്പിക്കുന്ന വേദികളിൽ പാടുന്ന ഈ സാധനങ്ങൾ, ഇത് എല്ലാം കൂടെ സ്വീകരിക്കണ്ട എന്ന് അലവി സഖാഫി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അലവി സഖാഫി തന്നെ പറഞ്ഞു, നമ്മൾ തൊട്ട് നേരത്തെ കേട്ടു, ഇതെല്ലാം കൂടി സ്വീകരിക്കേണ്ട ജനങ്ങളെ, അങ്ങനെ വിശ്വസിക്കേണ്ട ജനങ്ങളെ എന്ന് അലവി സഖാഫി തന്നെ പറഞ്ഞു. അതാണ് ഞങ്ങളും പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഇതിൽ ഒരുപാട് തകരാറുണ്ട്, അപകടമുണ്ട്, അത് നമ്മൾ സ്വീകരിക്കാവതല്ല എന്നതാണ്. ചോദ്യം ഉണ്ടാവും. ഉസ്താദ്മാര് വന്നാൽ ഒഴിഞ്ഞെടുക്കണം കേട്ടോ. ഇത് നബിദിനാഘോഷം ഇല്ല എന്ന് തെളിയിക്കുന്ന രേഖ എന്തെങ്കിലും ഉസ്താദിന്റെ കയ്യിലുണ്ടോ? അറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞു, ഏതു കാര്യവും ഇസ്ലാമികമാകണമെങ്കിൽ അല്ലാഹു തആല പഠിപ്പിക്കണം. നബി ഇത് അല്ലാഹു തആല ഇത് പഠിപ്പിച്ചിട്ടില്ല. 2 റസൂൽ ഇത് പഠിപ്പിക്കണം, പക്ഷെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. 3 നബിയുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത് അങ്ങനെ സംഗതി നബിയിൽ നിന്ന് പഠിച്ച് ജീവിതത്തിൽ മാതൃകയായി കാണിച്ച് നമുക്ക് കാണാൻ കഴിയണം. അതില്ല. ആ സ്വഹാബത്തിൽ നിന്ന് ദീന പഠിച്ച താബിഉകൾ അത് ആചരിക്കണം, അവർ ആചരിച്ചിട്ടില്ല. അതുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ച പൊതു അധ്യാപനം, വിശുദ്ധ ഖുർആനിലെ പൊതു അധ്യാപനം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, നബി എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. ആ കൊണ്ടുവന്ന് തന്നതിൽ ഇതില്ല, അതുകൊണ്ട് ഇത് സ്വീകരിക്കാവതല്ല. 2 നബി തങ്ങൾ പറഞ്ഞു, മാമിൻ അമലിൻ യുഖർരിബുക്കും ഇലൽ ജന്ന വയുബ്ഇദുക്കും അനിന്നാർ ഇല്ലാ വഖദ് ഹദ്ദസ്തുക്കും ബിഹി, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ അകറ്റുന്ന ഒരൊറ്റ കാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കാതെ പോയിട്ടില്ല.
പക്ഷേ ഇത് അറിയിച്ചിട്ടില്ല. അപ്പൊ ഇത് സ്വർഗ്ഗത്തെ കളിപ്പിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി. മൂന്നാമത് സ്വഹാബിയായ ഇബ്നു മസ്ഊദ് പറഞ്ഞു, മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന ബിമൻ ഖദ് മാത ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെങ്കിലും ഒരു മാതൃക സ്വീകരിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെ മാതൃക സ്വീകരിക്കട്ടെ. ആ മാതൃകയിൽ ഇത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമിൽ പെട്ടതല്ല. ഇത് പിൽക്കാലത്ത് 630 മരിച്ച മുളഫർ രാജാവ് ഉണ്ടാക്കിയ ഏർപ്പാടാണ്. അത് ദീനിൽ ഒരിക്കലും പ്രമാണമായി സ്വീകരിക്കാവതല്ല.